എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ SCRT സീരീസിൽ ഇന്ത്യൻ ചരിത്രം എന്ന മൊഡ്യൂളിലെ അവസാന SCRT ചാപ്റ്ററാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 10ാം ക്ലാസ്സിലെ 7ാമത്തെ അധ്യായം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിൻ്റെ 1ാം ഭാഗം നമ്മൾ ചെയ്തു. മുൻ വീഡിയോ കാണാത്തവർ അത് പോയി കണ്ടതിന് ശേഷം അതിൻ്റെ 2ാം ഭാഗമാണ് ഇത് കാണുക. അപ്പോൾ ഇതിൻ്റെ 1ാം ഭാഗത്തിലാണ് ഈ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള 1ാം ഭാഗം നമ്മളെ മുൻ വീഡിയോ ആണ്. അപ്പോൾ അത് കണ്ടതിന് ശേഷം ഈ 2ാം ഭാഗത്തിലേക്ക് പോവാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്കൊന്ന് ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. അപ്പോൾ നമ്മൾ കൂടുതൽ പറയുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ അവസാന ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ഈ അധ്യായത്തിലെ ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളാണ്. നമ്മളവിടെ ഓരോ ഗവേഷണ സമിതികളെക്കുറിച്ചൊക്കെ പറഞ്ഞ് പിന്നെ IITകൾ സ്ഥാപിതമായതൊക്കെ പറഞ്ഞ് അവിടെ നിർത്തി. ഇനി ഇന്ത്യയും ബഹിരാകാശ ഗവേഷണവും എന്നുള്ളതാണ് അടുത്ത ടോപ്പിക്ക് ഈ അധ്യായത്തിൽ. സ്വാതന്ത്ര്യാനന്തരം ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യ നിരവധി പര്യവേഷണങ്ങൾ നടത്തി. 1962 ജവഹർലാൽ നെഹ്റുവിൻ്റെയും ശാസ്ത്രജ്ഞനായ വിക്രം സാരാഭായിയുടെയും ശ്രമഫലമായി ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായി. അപ്പോൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട പോയിൻ്റ് 1962 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായി. 1962 ജവഹർലാൽ നെഹ്റുവിൻ്റെയും വിക്രം സാരാഭായിയുടെയും ശ്രമഫലമായി ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായി. അപ്പോൾ ഇന്ത്യൻ ദേശീയ ബഹിരാകാശ സമിതി രൂപീകൃതമായത് 1962 നേതൃത്വം നൽകിയത് ശാസ്ത്രജ്ഞനായ വിക്രം സാരാഭായിയും പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവാണ്. അപ്പോൾ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സമിതി 1962. അതിനെ തുടർന്ന് 1969 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന രൂപീകൃതമായി. അപ്പോൾ 1962 വിക്രം സാരാഭായിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായി. കറക്റ്റ് 7 വർഷങ്ങൾക്ക് ശേഷം 1969 ISRO രൂപീകൃതമായത്. ISROയുടെ രൂപീകരണത്തോടു കൂടി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ നേതൃത്വം ഇതിൻ്റെ കീഴിലായി. അപ്പോൾ 1962 വിക്രം സാരാഭായിയുടെ നേതൃത്വത്തിൽ രൂപീകൃതമായ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സമിതി 1962 ISRO രൂപീകരിച്ചപ്പോൾ അതിൻ്റെ കീഴിലായി. അങ്ങനെ രണ്ടും കൂടി ഒന്നായി. തിരുവനന്തപുരത്തിനടുത്തുള്ള തുമ്പയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചാൽ തുമ്പയാണ്. തിരുവനന്തപുരത്തിനടുത്തുള്ള തുമ്പയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥാപിച്ചത്. ISROയുടെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ അന്തരീക്ഷ ഭവനാണ് ISROയുടെ ആസ്ഥാനം. ഇനി നമുക്ക് അതിൻ്റെ ഫോട്ടോകൾ നോക്കാം. ചോദിച്ച ചോദ്യമാണ്, പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. ISROയുടെ ആസ്ഥാനം ബാംഗ്ലൂരാണ്. അന്തരീക്ഷ ഭവൻ എന്നാണ് ISROയുടെ ആസ്ഥാനത്തിൻ്റെ പേര്. ഇനി VSC തുമ്പ, വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ, ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പ. വിക്രം സാരാഭായിയുടെ സ്മരണാർത്ഥം അദ്ദേഹത്തിൻ്റെ പേര് നൽകിയതാണ് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എന്നുള്ളത്. തുമ്പയിൽ അദ്ദേഹം സ്ഥാപിച്ച സ്ഥാപനം ആണിത്. അപ്പോൾ തുമ്പാണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എന്ന് പറഞ്ഞു. ഇനി നോട്ട് ചെയ്യേണ്ട പോയിൻ്റാണ്, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷകരുടെ കൂട്ടായ പരിശ്രമ ഫലമായി 1975 ആര്യഭട്ട എന്ന ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു 62 ഗവേഷണ സമിതി, 69 ISRO വന്നു. കൃത്യം 69 കഴിഞ്ഞ് 6 വർഷങ്ങൾക്ക് ശേഷം 75 ഇന്ത്യ ആദ്യമായി ആര്യഭട്ട എന്ന കൃത്രിമ ഉപഗ്രഹം വിക്ഷേപിച്ചത്. വിജയകരമായിട്ട് ഇന്ത്യ വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ട. 1975 ഇത് വിക്ഷേപിച്ചത്.
ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും വിക്ഷേപിക്കാനും കഴിവുള്ള ഏക വികസ്വര രാഷ്ട്രമെന്ന ബഹുമതി ഇന്ത്യ നേടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആര്യഭട്ട എന്ന ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു. അതിനുശേഷം ഉപഗ്രഹങ്ങൾക്ക് പുറമെ ബഹിരാകാശ വിക്ഷേപണ വാഹനങ്ങൾ വികസിപ്പിക്കാനും ഇന്ത്യ തുടങ്ങി. അപ്പോൾ ബഹിരാകാശ വാഹനങ്ങൾ വികസിപ്പിച്ചെടുക്കാൻ ഇന്ത്യ തുടങ്ങിയതോടുകൂടി ഉപഗ്രഹങ്ങൾ നിർമ്മിച്ച് വിക്ഷേപിക്കാനും കഴിവുള്ള ഏക വികസ്വര രാഷ്ട്രമെന്ന ബഹുമതി ഇന്ത്യ നേടിയെടുത്തു. നെഹ്റുവിൻ്റെ ദീർഘദൃഷ്ടി മൂലമാണ് ഇത് സാധ്യമായത്. ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ചെടുക്കാൻ ഏതാനും ഏജൻസികൾ ഇന്ന് നമുക്കുണ്ട്. അവ താഴെ പറയുന്നവയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ചെടുക്കാനുള്ള ഏജൻസികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസിയും ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി. അപ്പോൾ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയും നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസിയും ഇത് എവിടെയാണെന്നുള്ളത് പിന്നെ ഒന്ന് നോട്ട് ചെയ്യുക. ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി അഹമ്മദാബാദിലാണ്. ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി അഹമ്മദാബാദിലാണ്. നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസി എവിടെയാണെന്നുള്ളതും നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ സ്വന്തമായി ഉപഗ്രഹങ്ങൾ നിക്ഷേപിക്കാനുള്ള വിക്ഷേപണ വാഹനങ്ങൾ നിർമ്മിക്കുന്ന ഇന്ത്യയുടെ ഏജൻസികളാണ് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയും നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസിയും. അപ്പോൾ അത് രണ്ടും നോട്ട് ചെയ്ത് വെക്കുക. മിസൈൽ സാങ്കേതിക വിദ്യയിലും ഇന്ത്യ പുരോഗതി കൈവരിച്ചു. ഇന്ത്യ വികസിപ്പിച്ച മിസൈലുകളാണ് അഗ്നി, പൃഥ്വി തുടങ്ങിയ. അപ്പോൾ ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച മിസൈലുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അഗ്നി, പൃഥ്വി. രാജാ രാമണ്ണ, ഡോക്ടർ APJ അബ്ദുൽ കലാം എന്നിവർ ആണവ രംഗത്ത് പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകി. അപ്പോൾ ആണവ രംഗത്ത് ഇന്ത്യയുടെ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഡോക്ടർ രാജാ രാമണ്ണയും APJ അബ്ദുൽ കലാമാണ്. APJ അബ്ദുൽ കലാമിനെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നും APJ അബ്ദുൽ കലാം അറിയപ്പെടുന്നു. ഡോക്ടർ രാജാ രാമണ്ണ, APJ അബ്ദുൽ കലാം എന്നിവർ ആണവ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ വിക്രം സാരാഭായിയെ കുറിച്ചുള്ളൊരു കോളുണ്ട്. ആണവ ശാസ്ത്ര മേഖലയിലും ബഹിരാകാശ മേഖലയിലും ഒരുപോലെ സംഭാവനകൾ നൽകിയ ശാസ്ത്രജ്ഞനാണ് വിക്രം സാരാഭായ്. കേംബ്രിഡ്ജിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടി ഇന്ത്യയിലെത്തിയ അദ്ദേഹം അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിൽ ഫിസിക്സ് പ്രൊഫസറായും ഡയറക്ടറുമായി. അപ്പോൾ അദ്ദേഹത്തിന് അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിൽ ഫിസിക്സ് പ്രൊഫസറും അതിൻ്റെ ഡയറക്ടറുമായിരുന്നു. തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം, അഹമ്മദാബാദിലെ ഉപഗ്രഹ വാർത്താവിനിമയ കേന്ദ്രവും തുടങ്ങിയവയുടെ ശില്പി വിക്രം സാരാഭായിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു തുമ്പയിലെ അദ്ദേഹത്തിൻ്റെ പേരിടാൻ കാരണം അദ്ദേഹം സ്ഥാപിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ മരണശേഷം വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ തുമ്പ എന്ന് പേര് പുനർനാമകരണം ചെയ്തു. അപ്പോൾ തുമ്പയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രവും ബഹിരാകാശ ഗവേഷണ കേന്ദ്രവും അതേപോലെ അഹമ്മദാബാദിലെ ഉപഗ്രഹ വാർത്താവിനിമയ കേന്ദ്രവും തുടങ്ങിയത് അതിന് നേതൃത്വം നൽകിയത് വിക്രം സാരാഭായിയാണ്. അപ്പോൾ അഹമ്മദാബാദിലെ ഉപഗ്രഹ വാർത്താവിനിമയ കേന്ദ്രം അതുപോലെ തുമ്പയിലെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം എന്നിവ സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയത് വിക്രം സാരാഭായിയാണ്. പിന്നെ നമ്മളാ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കായി തുമ്പയിലെ ബഹിരാകാശ കേന്ദ്രത്തിന് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ VSSC എന്ന പേര് നൽകി. ഇനി ഡോക്ടർ APJ അബ്ദുൽ കലാം. അബ്ദുൽ കലാമിൻ്റെ പ്രത്യേകത ഇന്ത്യയുടെ 11ാം രാഷ്ട്രപതിയാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. അത് നമുക്കൊക്കെ അറിയുന്നൊരു ഫാക്റ്റാണ്. ശാസ്ത്രജ്ഞനും ഗവേഷകനുമായിരുന്ന മിസൈൽ സാങ്കേതികവിദ്യ പരിപോഷിക്കുന്നതിൽ വിദഗ്ധനായിരുന്നു അദ്ദേഹം. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെട്ടു എന്ന് നമ്മൾ പറഞ്ഞു. ISROയുടെ ചുമതല വഹിച്ച അദ്ദേഹം ബഹിരാകാശ ഉപഗ്രഹ വിക്ഷേപണ വാഹിനികളായ SLV-3, PSLV എന്നിവ വികസിപ്പിച്ചു. അപ്പോൾ ബഹിരാകാശ വിക്ഷേപണ വാഹിനികളായ SLV-3യും PSLVയും വികസിപ്പിച്ചത് ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ നേതൃത്വത്തിലാണ്. അപ്പോൾ SLV-3, PSLV എന്നിവ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ നേതൃത്വത്തിൽ വികസിപ്പിച്ചെടുത്ത ബഹിരാകാശ ഉപഗ്രഹ വിക്ഷേപണ വാഹിനികളാണ്. പിന്നെ അദ്ദേഹത്തെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നു. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇവർ ആണവരംഗത്ത് പരീക്ഷണം നൽകിയതും പറഞ്ഞു. ചന്ദ്രയാൻ, മംഗളയാൻ ദൗത്യങ്ങളോടെ ഇന്ത്യ ബഹിരാകാശ പര്യവേഷണങ്ങളെ പുതുയുഗത്തിലേക്ക് പ്രവേശിച്ചു. ഇപ്പോൾ ഇന്ത്യ സൂര്യനെ കുറിച്ച് പഠിക്കാൻ ആദിത്യ L1 പിന്നെ വിജയകരമായി ഇന്ത്യ ഇപ്പോൾ
പൂർത്തിയാക്കിയല്ല, വിജയകരമായി അവിടെ എത്തിയിട്ടുണ്ട് ആദിത്യ L1. അപ്പോൾ ചന്ദ്രനെക്കുറിച്ച് ചന്ദ്രയാൻ, ചൊവ്വയെക്കുറിച്ച് മംഗൾയാൻ, സൂര്യനെക്കുറിച്ചാണെങ്കിൽ ആദിത്യ L1. ഈ കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇന്ത്യയുടെ ആദ്യത്തെ ചന്ദ്രപരിവേഷണ ദൗത്യമായ ചന്ദ്രയാൻ 2008 ഒക്ടോബറിൽ തുടക്കം കുറിച്ചു. അപ്പോൾ ഇന്ത്യയുടെ ആദ്യ ചന്ദ്രപരിവേഷണ ദൗത്യമായ ചന്ദ്രയാൻ 1 2008 ഒക്ടോബറിലാണ് തുടക്കം കുറിച്ചത്. 2008 ഒക്ടോബറിലാണ് ചന്ദ്രയാൻ 1 തുടക്കം കുറിച്ചത്. അമേരിക്ക, റഷ്യ, യൂറോപ്യൻ സ്പേസ് ഏജൻസി, ചൈന, ജപ്പാൻ എന്നിവയ്ക്ക് ശേഷം ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ സ്വന്തം പേടകമെത്തിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറി. അപ്പോൾ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ സ്വന്തം പേടകം എത്തിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറി. ആർക്കൊക്കെ ശേഷം? അമേരിക്ക, റഷ്യ, യൂറോപ്യൻ സ്പേസ് ഏജൻസി എന്നിവയ്ക്ക് ശേഷം. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വ ദൗത്യത്തിൻ്റെ പേരാണ് മംഗൾയാൻ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വ ദൗത്യത്തിൻ്റെ പേര് മംഗൾയാൻ. ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ എത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകം എന്ന ഖാദി മംഗൾയാനാണ്. അപ്പോൾ 2 പോയിൻ്റ് നോട്ട് ചെയ്യുക. ഇന്ത്യയുടെ ചൊവ്വ ദൗത്യത്തിൻ്റെ പേരാണ് മംഗൾയാൻ. ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെ എത്തിയ ഇന്ത്യൻ ബഹിരാകാശ പേടകം ഏതാണെന്ന് ചോദിച്ചാൽ മംഗൾയാനാണ്. ഇന്ത്യൻ നിർമ്മിത ബഹിരാകാശ പേടകം മംഗൾയാനാണ്. അപ്പോൾ ചൊവ്വ ദൗത്യമാണ് മംഗൾയാൻ. ഇന്ത്യയിൽ നിന്ന് ബഹിരാകാശത്തിൽ ഏറ്റവും ഇന്ത്യയിൽ നിന്ന് അകലത്തിലെത്തിയ, ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലത്തിലെത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകം ഏതാണെന്ന് ചോദിച്ചാൽ അതും മംഗൾയാനാണ്. ഇപ്പോൾ നമ്മൾ സൂര്യനിക്കും വിട്ട് പുതിയ കാൽവെപ്പ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ നിലവിൽ കറണ്ട് അഫെയറാണ്. അടുത്ത ടോപ്പിക്കാണ് വിദ്യാഭ്യാസം. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്നുള്ള പ്രശസ്തമായ വാക്കുകൾ പറഞ്ഞതാരാണ്? ഡോക്ടർ DS കോത്താരിയാണ് ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് പറഞ്ഞത്. രാഷ്ട്രപുരോഗതിയിൽ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞ ദേശീയ നേതാക്കൾ സ്വാതന്ത്ര്യാനന്തരം തദ്ദേശീയമായ വിദ്യാഭ്യാസ നയം വളർത്തിയെടുക്കാൻ ശ്രമിച്ചു. ഇന്ത്യൻ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കുന്നതിന് ശുപാർശകൾ സമർപ്പിക്കുന്നതിനുമായി ഗവൺമെൻറ് പല ഘട്ടങ്ങളിലായി വിവിധ കമ്മീഷനുകളെ നിയമിച്ചു. അപ്പോൾ ഇനി ഇന്ത്യയിൽ വന്ന പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കമ്മീഷനുകളും അവയുടെ ലക്ഷ്യങ്ങളും അവർ നടത്തിയ ശുപാർശകളുമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഗോളാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ഇതുവരെ വന്ന പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കമ്മീഷനുകൾ, അവരുടെ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു, എന്തിനു വേണ്ടിയാണ് അവർ രൂപീകരിച്ചതെന്നും അവർ നടത്തിയ ശുപാർശകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ആദ്യത്തെ കമ്മീഷനാണ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. ആദ്യത്തെ കമ്മീഷനാണ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ്. 1948. ഇത് നമുക്ക് കണ്ടാൽ തന്നെ പഠിച്ചാൽ തന്നെ അറിയും. കാരണം സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ പിറ്റേ വർഷം തന്നെ നമ്മൾ ഒരു വിദ്യാഭ്യാസ കമ്മീഷൻ ഉണ്ടെങ്കിൽ അത് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ്. 1948. അപ്പോൾ പിന്നെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു സംശയവും വേണ്ട, ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ്. ഇനി ഇതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനം. അപ്പോൾ 1948 ഡോക്ടർ S രാധാകൃഷ്ണൻ കമ്മീഷൻ, അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനം. ഇനി ഇവർ നൽകിയ ശുപാർശകൾ എന്തൊക്കെയാണ്? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക, സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അഥവാ UGC രൂപീകരിക്കണം. അപ്പോൾ പ്രധാനപ്പെട്ട 3 പോയിന്റുകളാണ്: തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക, സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക, UGC അഥവാ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരിക്കുക. അപ്പോൾ ഏതൊക്കെയാണ് 3 പോയിന്റുകൾ? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക, സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അഥവാ UGC രൂപീകരിക്കണം. അപ്പോൾ 1948 ഡോക്ടർ S രാധാകൃഷ്ണൻ കമ്മീഷൻ സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കാനാണ് അതിന് നിയമിച്ചത്. അതിൻ്റെ ലക്ഷ്യം അതായിരുന്നു. 3 ശുപാർശകൾ വെച്ചു: തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാനും, സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകാനും, UGC രൂപീകരിക്കാനും. അടുത്ത വിദ്യാഭ്യാസ കമ്മീഷനാണ് ഡോക്ടർ ലക്ഷ്മണ
സ്വാമി മുതലിയാർ കമ്മീഷൻ അല്ലെങ്കിൽ മുതലിയാർ കമ്മീഷൻ എന്നും വരാം. ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ 1952. അപ്പോൾ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ വന്നതിന് ശേഷം കൃത്യം 4 വർഷത്തിന് ശേഷം 1952 ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. ഇത് വെറും മുതലിയാർ കമ്മീഷൻ എന്നും പറയാറുണ്ട്. അത് ഇതാണ്. എന്തിനു വേണ്ടിയാണ്? അതിൻ്റെ ലക്ഷ്യം സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനമായിരുന്നു. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയാണ് ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനെ വെച്ചത്. ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനെ അല്ലെങ്കിൽ മുതലിയാർ കമ്മീഷനെ വെച്ചത് 1952 സെക്കൻഡറി വിദ്യാഭ്യാസത്തെക്കുറിച്ച് അല്ലെങ്കിൽ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനത്തിന് വേണ്ടിയാണ്. അവരുടെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? അവരുടെ ശുപാർശകൾ എന്താണ്? ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം. സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണം. വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കണം. അധ്യാപക പരിശീലന സമിതി രൂപീകരണം. അപ്പോൾ ഇവരുടെ പ്രധാന ശുപാർശകളാണ് ത്രിഭാഷാ പാഠ്യപദ്ധതി, സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണം. യൂണിവേഴ്സിറ്റി കമ്മീഷൻ രൂപീകരിക്കാൻ പറഞ്ഞത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. എന്നാൽ മുതലിയാർ കമ്മീഷൻ പറഞ്ഞത് സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കാൻ. പിന്നീട് വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കാനും അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കാനും ഇവർ ശുപാർശ ചെയ്തു. വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കാനും അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കാനും ശുപാർശ ചെയ്തു. അടുത്ത പ്രധാനപ്പെട്ട ഒരു കമ്മീഷനാണ് ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. ഡോക്ടർ DS കോത്താരി കമ്മീഷൻ വന്നത് മുതലിയാർ കമ്മീഷന് ശേഷം 12 വർഷങ്ങൾക്ക് ശേഷമാണ്. മുതലിയാർ കമ്മീഷൻ 1952 കൃത്യം 12 വർഷങ്ങൾക്ക് ശേഷം 1964 DS കോത്താരി കമ്മീഷൻ വന്നത്. അവരെ നിയമിച്ചത് വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശത്തിനാണ്. വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശം. അപ്പോൾ നമ്മുടെ കോത്താരി കമ്മീഷൻ്റെ ലക്ഷ്യം വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശങ്ങൾ നൽകുക എന്നുള്ളതായിരുന്നു. ഡോക്ടർ DS കോത്താരി 1964. ഇവരുടെ പ്രധാനപ്പെട്ട ശുപാർശയാണ് 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. അതായത് SLC +2 ഡിഗ്രി ലെവലിൽ. അപ്പോൾ പ്രധാനപ്പെട്ട പോയിൻ്റാണ് 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് ശുപാർശ ചെയ്തത് ഏത് കമ്മീഷൻ എന്നുള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഏത് കമ്മീഷനാണ്? ഡോക്ടർ DS കോത്താരി കമ്മീഷനാണ് 1964. പിന്നീട് ഇവർ സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം. മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. 2 ശുപാർശ കൂടി കോത്താരി കമ്മീഷൻ വെച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം. അതുപോലെ മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം. മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. അപ്പോൾ ഇത്രയും ഈ 3 ശുപാർശകളാണ് കോത്താരി കമ്മീഷൻ നൽകിയത്. അപ്പോൾ നമ്മൾ 3 കമ്മീഷനുകളെ കുറിച്ച് പറഞ്ഞു. അവർ ലക്ഷ്യങ്ങൾ പറഞ്ഞു, അവരെ നിയമിച്ച ലക്ഷ്യങ്ങളും അവർ ഏതൊക്കെ ശുപാർശകളാണ് ചെയ്തത് എന്നും നമ്മൾ പറഞ്ഞു. ഈ കോളം വളരെ പ്രധാനപ്പെട്ട കോളാണ്. ഇതിൽ നിന്ന് തന്നെ ഒരുപാട് തവണ തിരിച്ചും മറിച്ചൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്. അതിൽ ഒരു ചോദ്യമായിരുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണെന്നുള്ളത്. അത് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ്. പിന്നീട് ചോദിച്ച ഒരു ചോദ്യം 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചു. അത് ഡോക്ടർ CS കോത്താരി കമ്മീഷനാണ്. അതേപോലെ UGC രൂപീകരിക്കാൻ കാരണമായ കമ്മീഷൻ എന്ന് ചോദിച്ചു. അതും ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ്. ഇതൊക്കെ ഞാനിപ്പോൾ പറഞ്ഞതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. അതേപോലെ ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കാൻ പറഞ്ഞ കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചു. ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനാണ്. ഇത് ബന്ധം കണ്ടെത്താൻ വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റിൽ ചോദിക്കാം. അപ്പോൾ ഏത് ചോദിച്ചാലും നിങ്ങൾ റെഡി ആവണം ഉത്തരങ്ങൾ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ പ്രത്യേകം ഈ കോളം ഇതുപോലെ നോട്ട് ചെയ്ത് പഠിക്കുക. ഇനി അടുത്തൊരു പോയിൻ്റാണ് ഇന്ത്യയിലെ ദേശീയ വിദ്യാഭ്യാസം
രൂപീകരിച്ച വർഷം 1986 ആദ്യമായി ഇന്ത്യയിൽ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചത് 1986 രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയാവുന്ന സമയത്ത് 1986 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചത്. നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ, NPE, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ അഥവാ ദേശീയ വിദ്യാഭ്യാസ നയം. ഇനി 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ പ്രധാന നിർദ്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇത് ബുള്ളറ്റ് പോയിൻ്റാണ്, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ പ്രതീക്ഷിക്കാവുന്ന ബുള്ളറ്റ് പോയിൻ്റ്. 1986 രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയാവുന്ന സമയത്ത് രൂപീകരിച്ച ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ പ്രധാന നിർദ്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നു? പ്രാഥമിക വിദ്യാഭ്യാസത്തിനും തുടർ വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകണം. പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കാനും സ്കൂളുകളിലെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി നടപ്പിലാക്കണം. അപ്പോൾ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ പുത്തൻ വിദ്യാഭ്യാസ നയം ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി. അപ്പോൾ പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കാനും സ്കൂളുകളിലെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി നടപ്പിലാക്കണം. ഓരോ ജില്ലയിലും നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കണം. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകണം. അപ്പോൾ ഓരോ ജില്ലയിലും നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കണം. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകണം. ഈ 4 നിർദ്ദേശങ്ങളായിരുന്നു. ഇത് 4 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ പ്രധാനപ്പെട്ട 4 നിർദ്ദേശങ്ങളാണ് ഇത്. പ്രാഥമിക വിദ്യാഭ്യാസം, തുടർ വിദ്യാഭ്യാസം പ്രാധാന്യം, പ്രൈമറി തലത്തിൽ പിന്നെ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി, പിന്നെ നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കൽ, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ പ്രോത്സാഹനം. ഇനി മൗലാന അബ്ദുൽ കലാം ആസാദ്, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാന്ന് ചോദിച്ചാൽ മൗലാന അബ്ദുൽ കലാം ആസാദാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ വിദ്യാഭ്യാസ നയം രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. പ്രധാന പോയിൻ്റാണ്, പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നതെന്ന് ചോദിച്ചാൽ മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമാണ്. ഞാൻ പറഞ്ഞില്ല, തൊണ്ടവേദനയുടെ പ്രശ്നം ഇപ്പോഴും പോയിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നോടൊന്ന് ക്ഷമിക്കുക. അപ്പോൾ ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നതെന്ന് ചോദിച്ചാൽ മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് അദ്ദേഹം. ഇനി ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണെന്ന് ചോദിച്ചാൽ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനം, നവംബർ 11. പിന്നെ ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ മൗലാന അബ്ദുൽ കലാം ആസാദാണ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദാണ്. അപ്പോൾ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനം, അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനം, ഇന്ത്യയിലെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രി, ഇന്ത്യ വിൻസ് ഫ്രീഡം. ഈ 3 പോയിൻ്റ് നോട്ട് ചെയ്യാം. വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധേയമായ മാറ്റങ്ങൾ കുറിക്കാൻ പുത്തൻ വിദ്യാഭ്യാസ നയത്തിന് കഴിഞ്ഞു. 2009 ഇന്ത്യ ഗവൺമെൻറ് വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിക്കൊണ്ട് നിയമം പാസ്സാക്കി. അപ്പോൾ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിക്കൊണ്ട് നിയമം പാസ്സാക്കിയത് എന്നാണ് ചോദിച്ചാൽ 2009. അപ്പോൾ ഇന്ത്യയിൽ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയത് എന്നാണ്? 2009. ആർട്ടിക്കിൾ 21A വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയെക്കുറിച്ച് പറയുന്നത്. സാർവത്രിക വിദ്യാഭ്യാസം എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 21A. 2009 ഇന്ത്യ ഗവൺമെൻറ് വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിക്കൊണ്ടുള്ള നിയമം പാസ്സാക്കിയത്.
ഇനി സാംസ്കാരിക നേട്ടങ്ങൾ എന്ന് പറഞ്ഞിട്ട് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ സാംസ്കാരിക മേഖലയിലും വൻ പുരോഗതി നേടുകയുണ്ടായി. ഇന്ത്യക്ക് തനതായ ഒരു സാംസ്കാരിക പാരമ്പര്യം ഉണ്ട് എന്ന് മുൻ ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ വേണ്ട. ഇന്ത്യക്കും പുറത്തും ഉള്ള സാംസ്കാരിക മുന്നേറ്റത്തിൻ്റെ പ്രോത്സാഹനം ലക്ഷ്യമാക്കി സ്വാതന്ത്ര്യാനന്തരം ധാരാളം സ്ഥാപനങ്ങൾ ആരംഭിച്ചു. ഇവയിൽ പ്രധാനപ്പെട്ട പട്ടികയിൽ കൊടുക്കുന്നു. അപ്പോൾ ഇന്ത്യക്ക് അകത്തും പുറത്തും ഇന്ത്യയുടെ സാംസ്കാരിക മുന്നേറ്റത്തിന് പ്രോത്സാഹനം നൽകാനായിട്ട് ഇന്ത്യയിൽ കുറേ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പട്ടികയാണ് ഇനി പഠിക്കാനുള്ളത്. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പട്ടിക നോക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ കോളത്തിൽ ചെറിയൊരു പോയിൻ്റ് കൂടി പഠിക്കാനുണ്ട്. സാംസ്കാരിക വിനിമയം അധ്യാപകർക്കായി. എല്ലാവരോടും ഒരിക്കൽ കൂടി ക്ഷമ ചോദിക്കുന്നു. സൗണ്ടിൻ്റെ ഒരു പ്രശ്നം നല്ല പ്രശ്നം തന്നെയാണ്. ഒന്നാമത് ഈ കാലാവസ്ഥൻ്റെ തോന്നുന്നുണ്ട്. സാംസ്കാരിക വിനിമയം അധ്യാപകർക്കായി. വിദ്യാഭ്യാസത്തെ സാംസ്കാരികമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമാണ് സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സസ് ആൻഡ് ട്രെയിനിങ്. അപ്പോൾ നോട്ട് ചെയ്യേണ്ട പോയിൻ്റ് എന്താണ്? സെൻട്രൽ ഫോർ റിസോഴ്സസ് ആൻഡ് സെൻട്രൽ ഫോർ കൾച്ചറൽ ആൻഡ് റിസോഴ്സസ് ട്രെയിനിങ്. സെൻട്രൽ ഫോർ കൾച്ചറൽ ആൻഡ് റിസോഴ്സസ് ട്രെയിനിങ് രൂപീകരിച്ചത് 1979. ആസ്ഥാനം ഏതാണ്? ന്യൂഡൽഹിയാണ്. ഇതിൻ്റെയും ഇനി നമ്മൾ പറയാൻ പോകുന്ന കുറേ സ്ഥാപനങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ ആസ്ഥാനം വരുന്നത് ന്യൂഡൽഹിയാണ്. അധ്യാപകർക്കും കുട്ടികൾക്കുമായി സാംസ്കാരിക വിനിമയത്തിനുള്ള വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരേ ഒരു പോയിൻ്റ്, 1979 ഡൽഹി ആസ്ഥാനമായി രൂപീകരിച്ച സെൻട്രൽ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് എന്ന സ്ഥാപനം. ഇനി നമ്മൾ പറഞ്ഞു ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഇന്ത്യയുടെ സാംസ്കാരിക മുന്നേറ്റത്തിൻ്റെ പ്രോത്സാഹനം ലക്ഷ്യമാക്കി ധാരാളം സ്ഥാപനങ്ങൾ ആരംഭിച്ചു എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു കോളാണ് ഇവിടെ ഉള്ളത്, പ്രധാനപ്പെട്ട കോളാണ്. സ്ഥാപനങ്ങളും പ്രവർത്തനങ്ങളും അതിൻ്റെ ആസ്ഥാനമാണ്. ഞാൻ പറഞ്ഞ ഈ പറയുന്ന എല്ലാ സ്ഥാപനങ്ങളുടെയും ആസ്ഥാനം വരുന്നത് ന്യൂഡൽഹിയാണ്. ഈ പറയപ്പെടുന്ന എല്ലാ സ്ഥാപനങ്ങളുടെയും ആസ്ഥാനം വരുന്നത് ന്യൂഡൽഹിയാണ്. അപ്പോൾ നമുക്ക് സ്ഥാപനങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും ഒന്ന് നോക്കാം. ആസ്ഥാനം എല്ലാം ന്യൂഡൽഹിയാണ്. അതുകൊണ്ട് ഇനി ആസ്ഥാനം ഞാൻ പറയുന്നില്ല, റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ അവസാനഘട്ട ഖാദി ബോർഡ് പ്രിലിംസിൽ ചോദിച്ച ചോദ്യമാണ്. ആദ്യത്തെ സ്ഥാപനമാണ് സംഗീത നാടക അക്കാദമി. സംഗീത നാടക അക്കാദമിയുടെ പ്രവർത്തനം എന്താണ്? ദി നാഷണൽ അക്കാഡമി ഓഫ് ഡാൻസ്, ഡ്രാമ ആൻഡ് മ്യൂസിക് എന്നാണ് ഇത് മുൻപ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ സംഗീത നാടക അക്കാദമിയുടെ മുൻ പേരെന്താണ്? ദി നാഷണൽ അക്കാഡമി ഓഫ് ഡാൻസ്, ഡ്രാമ ആൻഡ് മ്യൂസിക് എന്നാണ് സംഗീത നാടക അക്കാദമിയുടെ മുൻ പേര്. സംഗീതത്തിൻ്റെയും നാടകത്തിൻ്റെയും പ്രോത്സാഹനമാണ് ലക്ഷ്യം. അത് നമുക്ക് പേരിൽ തന്നെ കിട്ടുമല്ലോ, സംഗീത നാടക അക്കാദമി. അപ്പോൾ സംഗീതത്തിൻ്റെയും നാടകത്തിൻ്റെയും പ്രോത്സാഹനം. പിന്നെ നോട്ട് ചെയ്യേണ്ട പോയിൻ്റ്, ഇതിൻ്റെ മുൻ പേരെന്താണെന്ന് ചോദിച്ചാൽ ദി നാഷണൽ അക്കാഡമി ഓഫ് ഡാൻസ്, ഡ്രാമ ആൻഡ് മ്യൂസിക്. ഇനി ലളിതകല അക്കാദമി. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഇന്ത്യൻ കലകളുടെ പ്രചരണമാണ് ലക്ഷ്യം. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ അവസാനം നടന്ന ഖാദി ബോർഡ് പ്രിലിംസിൻ്റെ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചരണം ലക്ഷ്യമിട്ട് രൂപീകരിച്ച സംഘടനയാണ് ലളിതകല അക്കാദമി. ലളിതകല അക്കാദമിയുടെ ലക്ഷ്യങ്ങൾ, പ്രവർത്തനം എന്താണ്? ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഇന്ത്യൻ കലകളുടെ പ്രചരണം. സാഹിത്യ അക്കാദമി, ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിൻ്റെ ഉന്നമനമാണ് ലക്ഷ്യം. ഇത് നമുക്ക് പേരിൽ തന്നെ കിട്ടും, സാഹിത്യ അക്കാദമി. ഇവിടെ നോട്ട് ചെയ്യേണ്ട ലളിതകല അക്കാദമിയാണ്. അത് ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള ഇന്ത്യൻ കലകളുടെ പ്രചരണമാണ് ലളിതകല അക്കാദമി. മറ്റേ സാഹിത്യ അക്കാദമി ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിൻ്റെ ഉന്നമനം ലക്ഷ്യം.
സംഗീത നാടക അക്കാദമി സംഗീതത്തിൻ്റെയും നാടകത്തിൻ്റെയും ഉന്നമനം. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ സംഗീത നാടക അക്കാദമിയുടെ കീഴിൽ സ്ഥാപിതമായി സ്കൂൾ ഓഫ് ഡ്രാമ എല്ലാ വർഷവും നാടകമേള നടത്തുന്നു. അപ്പോൾ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ എന്നുള്ളത് സംഗീത നാടക അക്കാദമിയുടെ കീഴിൽ വരുന്ന ഒരു സ്ഥാപനമാണ്. ഇത് എല്ലാ വർഷവും നാടകമേള നടത്തുന്നു. അപ്പോൾ എല്ലാ വർഷവും നാടകമേള നടത്തുന്നത് സ്കൂൾ ഓഫ് ഡ്രാമ എന്നുള്ള സംഘടനയാണ്. ഇത് സംഗീത നാടക അക്കാദമിയുടെ കീഴിൽ വരുന്ന സംഘടനയാണ്. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ കുറഞ്ഞ ചെലവിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക, വായന വളർത്തുക, ഇന്ത്യൻ പുസ്തകങ്ങൾ സ്വദേശത്തും വിദേശത്തും പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? കുറഞ്ഞ ചെലവിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക, വായന വളർത്തുക, ഇന്ത്യൻ പുസ്തകങ്ങൾക്ക് സ്വദേശത്തും വിദേശത്തും പ്രോത്സാഹനം നൽകുക. അപ്പോൾ ഇന്ത്യൻ പുസ്തകമാണെങ്കിൽ അതിന് സ്വദേശത്തും വിദേശത്തും പ്രോത്സാഹനം നൽകുക, കുറഞ്ഞ ചെലവിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക, പിന്നെ വായന വളർത്തുക എന്നിവയാണ് നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ലക്ഷ്യം, അവയുടെ പ്രവർത്തനങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എല്ലാറ്റിൻ്റെയും ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഈ പറഞ്ഞ എല്ലാത്തിൻ്റെയും ആസ്ഥാനം ന്യൂഡൽഹി ആണ്. പ്രധാനപ്പെട്ട ഒരു കോളമാണിത്. അപ്പോൾ കഴിയുന്നവർ മാക്സിമം നോട്ടിലത്തെ ഇതുപോലെ തന്നെ പകർത്തി വെക്കുക. അപ്പോൾ നമുക്ക് മൈൻഡിലൊന്നും കൂടി കയറും. ഇനി വിദേശ നയമാണ്. ഇന്ത്യയുടെ വിദേശ നയം നമുക്കറിയാം, ചേരായ്മയാണ് ഇന്ത്യയുടെ വിദേശ നയം. ഇനി നെഹ്റുവിൻ്റെ 1947 പ്രസംഗത്തിൽ നിന്നെടുത്തൊരു വാക്കാണ്. ലോകത്തെ എല്ലാ ജനവിഭാഗത്തിൻ്റെയും സൗഖ്യവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്ന വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരുമായും സൗഹൃദപരമായ സഹകരണമാണ് നമ്മുടെ ലക്ഷ്യം. ആരുമായും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ഞങ്ങൾ തയ്യാറല്ലെന്ന് ലോകരാജ്യങ്ങളോട് ഉണർത്താനുള്ളത്. അപ്പോൾ ഇന്ത്യ ആരുമായിട്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് തയ്യാറല്ലെന്നാണ് ലോകരാജ്യങ്ങളോട് ഉണർത്താനുള്ളത് എന്നാണ്. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. ഈ ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങൾ എന്തൊക്കെയാണ്? സാമ്രാജ്യത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ്. സാമ്രാജ്യത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പാണ് ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സാമ്രാജ്യത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ്. അപ്പോൾ ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങൾ എന്തൊക്കെയാണ്? സാമ്രാജ്യത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ്, വംശീയവാദത്തോടുള്ള വിദ്വേഷം, ഐക്യരാഷ്ട്ര സഭയിലുള്ള വിശ്വാസം, സമാധാനപരമായ സഹവർത്തിത്വം, പഞ്ചശീല തത്വങ്ങൾ, വിദേശ സഹായത്തിൻ്റെ ആവശ്യകതയിലുള്ള ഊന്നൽ, ചേരായ്മ. അപ്പോൾ ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ, സാമ്രാജ്യത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ്, വംശീയവാദത്തോടുള്ള വിദ്വേഷം, ഐക്യരാഷ്ട്ര സഭയിലുള്ള വിശ്വാസം, സമാധാനപരമായ സഹവർത്തിത്വം, പഞ്ചശീല തത്വങ്ങൾ, വിദേശ സഹായത്തിൻ്റെ ആവശ്യകതയിലുള്ള ഊന്നൽ, ചേരായ്മ. അപ്പോൾ ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ശില്പി ജവഹർലാൽ നെഹ്റുവാണ്. അതിൻ്റെ തത്വങ്ങൾ ഇതൊക്കെയാണ്. ഇനി ഇതിൽ വിദേശ നയത്തിൻ്റെ തത്വങ്ങൾ പറഞ്ഞ ഒന്നാണ് പഞ്ചശീല തത്വങ്ങൾ. ഇതെന്താണെന്ന് നോക്കാം. ആയിരത്തി 1954 ചൈനയുമായി അതിർത്തി തർക്കമുണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പിട്ട കരാറാണ് പഞ്ചശീല തത്വങ്ങൾ. അപ്പോൾ എന്താണ് പഞ്ചശീല തത്വങ്ങൾ എന്ന് ചോദിച്ചാൽ, 1954 ചൈനയുമായി അതിർത്തി തർക്കമുണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒരു കരാർ ഉണ്ടാക്കി ഒപ്പിട്ടു. ആ കരാറാണ് പഞ്ചശീല തത്വങ്ങൾ എന്ന് അറിയപ്പെടുന്നത്.
ഇനി പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് അതൊക്കെയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രി ചൗ എൻ ലായുമാണ് സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെച്ചത്. നല്ല സ്ട്രെയിൻ എടുത്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ മുടങ്ങാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും റിസ്ക് എടുത്ത് ഞാൻ ചെയ്യുമ്പോൾ നിങ്ങളെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ട് വളരെ പ്രധാനമാണ്. അതുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാലും ഒന്നുകൂടി നിങ്ങൾ എന്നെ നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണമെന്നുള്ള എൻ്റെ ഒരു അപേക്ഷയായിട്ട് കണ്ടാൽ മതി. നമുക്കെന്തായാലും ഒന്നിച്ച് മുന്നേറാം. അപ്പോൾ പഞ്ചശീല തത്വങ്ങൾ 1954 ഇന്ത്യ ചൈന അതിർത്തി തർക്കം ഉണ്ടായപ്പോൾ ഒപ്പുവെച്ചതാണ്. അപ്പോൾ ഈ സംയുക്ത പ്രസ്താവനയായ പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചത് ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായ ചൗ എൻ ലായുമാണ്. അപ്പോൾ ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ചൗ എൻ ലായ്, ജവഹർലാൽ നെഹ്റു, പഞ്ചശീല തത്വങ്ങൾ. ഇനി ചൈനയുമായി ഒപ്പിട്ട കരാറാണ് പഞ്ചശീലമെങ്കിലും എല്ലാ രാജ്യങ്ങളോടുമുള്ള ഇന്ത്യയുടെ സമീപനം അത് തന്നെയാണ്. അത് പഞ്ചശീല തത്വങ്ങൾ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയായിരുന്നു ഇന്ത്യക്ക് എല്ലാ രാജ്യങ്ങളോടുമുള്ള ഇന്ത്യയുടെ സമീപനം. അപ്പോൾ ഇനി പഞ്ചശീല തത്വങ്ങളിലെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രാജ്യത്തിൻ്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക. അപ്പോൾ പഞ്ചശീല തത്വങ്ങളിലെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? രാജ്യത്തിൻ്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക, പരസ്പരം ആക്രമിക്കാതിരിക്കുക, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക, സമത്വവും പരസ്പര സഹായവും പുലർത്തുക, സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക. അപ്പോൾ രാജ്യത്തിൻ്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക, പരസ്പരം ആക്രമിക്കാതിരിക്കുക, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക, സമത്വവും പരസ്പര സഹായവും പുലർത്തുക, സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക. ഇത്രയും കാര്യങ്ങളാണ് പഞ്ചശീല തത്വങ്ങളിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. അപ്പോൾ ഇതോടുകൂടി പഞ്ചശീല തത്വങ്ങളെ കുറിച്ച് കൂടി പറഞ്ഞുകൊണ്ട് ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ചാപ്റ്റർ അവസാനിക്കുന്നതോടുകൂടി നമ്മൾ SCRTയിലെ ഇന്ത്യ ചരിത്രം എന്നുള്ള LDC സിലബസിലെയും LGS സിലബസിലെയും മൊഡ്യൂൾ ഇവിടെ പ്രകാരമുള്ള ക്ലാസ്സുകൾ അവസാനിക്കുകയാണ്. അടുത്ത നമ്മളെ മൊഡ്യൂൾ എന്ന് പറയുന്നത് മൊഡ്യൂൾ 4 ഇന്ത്യൻ ഭരണഘടന എന്നുള്ളതാണ്. അപ്പോൾ അത് പ്രകാരമുള്ള SCRT ക്ലാസ് അടുത്ത വീഡിയോ മുതൽ ആരംഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഇത്രയേ ഉള്ളൂ നമുക്ക് പറയാൻ. ഇനി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ചാർട്ടായങ്ങാണ്ട് ഓരോ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അഭയാർത്ഥി പ്രവാഹവും നാട്ടുരാജ്യങ്ങളുടെ സംയോജനവും, ലയന കരാർ, സർദാർ പട്ടേൽ, VP മേനോൻ, നമ്മളിപ്പോൾ ഇത്രയും പഠിച്ച പാഠത്തിൻ്റെ ഒരു സംഗ്രഹമാണ്. ഭരണഘടനയും പൊതു തിരഞ്ഞെടുപ്പും 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നതാണ്. രാജേന്ദ്ര പ്രസാദ് അംബേദ്കർ. പിന്നെ ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടന്നത് 51-52 കാലഘട്ടത്തിലാണ് ആദ്യത്തെ തിരഞ്ഞെടുപ്പ്. ഭാഷാടിസ്ഥാനമുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ, ആന്ധ്ര സംസ്ഥാന രൂപീകരണം 1953, പോറ്റി ശ്രീരാമുലു നിരാഹാരം കടന്നു, അന്തരിച്ചു, മരണമടഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വരും. ഫസൽ അലി കമ്മീഷൻ അഥവാ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. പിന്നെ സാമ്പത്തിക നയം, പ്ലാനിംഗ് കമ്മീഷൻ, പഞ്ചവത്സര പദ്ധതികൾ. പ്ലാനിംഗ് ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് 1950 മാർച്ച് 15, നെഹ്റു അധ്യക്ഷൻ, ഗുൽസരിലാൽ നന്ദ ഉപാധ്യക്ഷൻ, TT അംഗങ്ങൾ CD ദേശ്മുഖും TT കൃഷ്ണമാചാരിയും അംഗങ്ങൾ. ശാസ്ത്ര പുരോഗതിയും വിദ്യാഭ്യാസം പറഞ്ഞു. ഗവേഷണ സ്ഥാപനങ്ങൾ 3 ഗവേഷണ സ്ഥാപനങ്ങൾ പറഞ്ഞു. പിന്നെ വിദ്യാഭ്യാസ കമ്മീഷനുകൾ രാധാകൃഷ്ണൻ കമ്മീഷൻ, മുതലിയാർ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ. പിന്നെ ദേശീയ വിദ്യാഭ്യാസ നയം 1986. പിന്നെ നമ്മൾ സംഗീത ലളിതകല സാഹിത്യ അക്കാദമികളെ കുറിച്ച് പറഞ്ഞു. വിദേശ നയം, ചേരച്ചിയാരായ്മ, പഞ്ചശീല തത്വങ്ങൾ. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ നമുക്ക് ഈ മൊഡ്യൂൾ പ്രകാരമുള്ള ഈ ക്ലാസ്സുകൾ ഇവിടെ തീരുകയാണ്. ഇനി അഡീഷണൽ റീഡിങ്ങും NCERT ക്ലാസ്സും നമ്മൾ ഇപ്പോൾ നിലവിലുള്ള SCRT സീരീസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത മൊഡ്യൂളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി. താങ്ക് യു.